നമസ്കാരം പ്രിയ കൂട്ടുകാരെ. ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ ബാക്കിൽ നടന്ന സംഭവമാണ്. കാരണം വീടിൻ്റെ ബാക്കിൽ പട്ടീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടിയുടെ കുര കേട്ട് ചെന്നപ്പോഴാണ് ഒരു പാമ്പിനെ കണ്ടത്. അപ്പോൾ ആദ്യം വിചാരിച്ച നീർക്കോലിയ എന്നോർത്താണ് ഇരുന്നത്. അപ്പോൾ ഒരു വടിയെടുത്ത് ആ ഭിത്തിയുടെ സൈഡിലേക്ക് നിന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ പാമ്പ് ഇഴഞ്ഞൊരു പൊത്തി കയറാൻ നോക്കി. പൊത്തി കയറാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്ക് പൊത്തിന് ഒരുപാട് ആഴമില്ലാത്തതുകൊണ്ട് അത് തിരിച്ചിറങ്ങി. തിരിച്ചപ്പോൾ വീണ്ടും വടിയെടുത്ത് ഭിത്തിയിലേക്ക് ഒന്ന് മുട്ടി കഴിഞ്ഞപ്പോൾ ആണ് പെട്ടെന്ന് ആൾ ചാടി എന്നിട്ട് പത്തി വിടർത്തിയത്. അപ്പോഴാണ് മനസ്സിലായത് മൂർഖമ്പാമ്പാന്ന്. അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് ഇത് എങ്ങോട്ടാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വെട്ടടിച്ച് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് അവിടെ ഒരു ഭരണി ഇരിപ്പുണ്ടായിരുന്നു. ആൾ ചാടി ആ ഭരണിയുടെ അകത്ത് കയറി. അതിനകത്ത് കയറി നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ആ പൊട്ടിയിട്ടുള്ള ഭാഗം ഭിത്തിയോട് ചേർത്ത് വെച്ചു. ചേർത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ആൾക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഫോറസ്റ്റുകാരുടെ നമ്പർ കണ്ടുപിടിച്ച് അവർ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ സർപ്പ എന്ന് പറഞ്ഞ സ്ക്വാഡ് ഉണ്ട്. അപ്പോൾ അവരുടെ നമ്പർ തന്നു. ആ നമ്പറിൽ വിളിച്ച് 15 മിനിറ്റിനുള്ളിൽ ഒരു സാറ് വന്ന് ആ പാമ്പിനെ അവർ ഒരു കവറിനകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അതായത് നമ്മുടെ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതുപോലെ തന്നെ പൊട്ടിയ പാത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിക്കളയുക. അതുപോലെ ചപ്പും ചവറും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കത്തിച്ച് കളയുക. ചെരുപ്പുകളൊക്കെ മാക്സിമം ഇടുമ്പോൾ സൂക്ഷിക്കുക. കാരണം ചെരുപ്പിനകത്തൊക്കെ ഷൂസിനകത്തൊക്കെ കയറി നമ്മൾ അറിയില്ല. അതുപോലെ നമ്മുടെ വണ്ടികളുടെ ഉള്ളിൽ ഇപ്പോൾ ബൈക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ അടിയിൽ കയറുന്ന പോലും നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കുക. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പറമ്പിൽ അവർ കാട് വെട്ടി കളഞ്ഞു. ഇനിയിപ്പോൾ അതുകൊണ്ട് ഇറങ്ങിയതാണെന്ന് അറിയാൻ പാടില്ല. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് ഉണ്ടായില്ലേ, ഒരു കൊച്ചിനെ ഇങ്ങനെ പാമ്പ് കടിച്ച് മരണപ്പെട്ടു എന്നൊക്കെ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു പേടി. അതുപോലെ തന്നെ ഇത് എല്ലാവരിലും എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ സൂക്ഷിക്കുക. കൊച്ചു പിള്ളേരെ മാക്സിമം പുറത്തേക്ക് ഇറക്കി വിടാതിരിക്കുക. ഇപ്പോൾ പിള്ളേരൊക്കെയാണ് പറഞ്ഞ് കേൾക്കില്ല, അന്നത്തെ കാര്യം. പിന്നെ കളിക്കാനൊക്കെ ആയിട്ട് പുറത്തേക്ക് നമ്മൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ജനലും വാതിലൊക്കെ കുറ്റിയിടുക മാക്സിമം. പിന്നെ നമ്മുടെ വീട്ടിലെ കോഴിക്കൂട്, ആട്ടിൻകൂട് ഈ ഭാഗങ്ങളിലേക്കൊക്കെ രാത്രി ഇറങ്ങാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടുമ്പോൾ അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ നല്ല രീതിയിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കി അവനവൻ്റെ ജീവിതം സുരക്ഷിതമാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാനിട്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് മാക്സിമം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിട്ട ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു.